കഴിഞ്ഞ 10 കൊല്ലമായി ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ആഭ്യന്തര വകുപ്പിന് പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചാർജ് എടുത്തതിന് ശേഷം ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് 137 ലഹരി വിൽപ്പനക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. 104 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളെല്ലാവരും ചെറിയ കുട്ടികളോടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ പല ജാഥകളുടെയും ഭാഗമായി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നത് ലഹരിയെ കുറിച്ചിട്ടാണ്, ലഹരി വിരുദ്ധ നയത്തെ കുറിച്ചുമൊക്കെയാണ്. വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയത്. എന്നാൽ ഇന്നതിന് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായതിനു ശേഷം കേരളത്തിൽ വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ തുടക്കമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടത്. 60 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ 500 ഗ്രാം MDMA, അങ്ങനെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങളും സാധനങ്ങളും ഒക്കെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളും കുട്ടികളൊക്കെ എത്രമാത്രമാണ് ലഹരിക്ക് അടിമയായിരിക്കുന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂര് അവണശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 19 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് 13 കഞ്ചാവ് ചെടികളാണ് പോലീസ് കണ്ടെടുത്തത്. അവനോട് ചോദിച്ചപ്പോൾ അവൻ അത് സെയിൽ ചെയ്യുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. ആ സെയിൽ ചെയ്യുന്നതാവട്ടെ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഒക്കെ കുട്ടികൾക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത്രയും ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ ഭീകരമായി കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ കണ്ണടച്ച് യാതൊരുവിധ സംഭവങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല, മദ്യനയങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ പറ്റിച്ച ഒരു സർക്കാർ എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലൂടെ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നർക്കോട്ടിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കണക്കാക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ മലയാള സിനിമ. ആ സിനിമയിൽ ഒരുപാട് നടന്മാര് ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഈ സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. അത് നല്ല രീതിയിൽ ഒന്നുമില്ല. ഞാൻ അത് ഉപയോഗിച്ചിരുന്നു, ഞാൻ അത് ഇപ്പോഴും ഉപയോഗിക്കുന്നു, നല്ല കഥ എഴുതാൻ, നന്നായി അഭിനയിക്കാൻ, അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ കഞ്ചാവ് നല്ലതാണ് അല്ലെങ്കിൽ മയക്കമരുന്ന് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം കൂടിയാണ്. അവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാൻ നമുക്ക് തോന്നുന്നത്. കേരവൽ കയറി പരിശോധിക്കില്ല എന്നുള്ള ഒരു ധൈര്യം ഒന്നും ആർക്കും വേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വേണം. സിനിമാ ലോകം എല്ലാവരും തന്നെ അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത്രയധികം മോശപ്പെട്ട രീതിയിൽ ആ ഒരു മേഖല പോകുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ ജോയ് മാത്യു എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ അദ്ദേഹം പറഞ്ഞത് MLA-യുടെ ഓഫീസും ഹോസ്റ്റലുകളും ഒക്കെ തന്നെ സെർച്ച് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവം പറയാൻ ഇടയായത് ഇടതുപക്ഷ MLA-മാർ മുൻകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. ഞങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകളാണ്, എന്നിട്ട് ഞങ്ങളിപ്പോൾ ജനങ്ങളെ ഭരിക്കുന്നില്ലേ, അതിലൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ LDF MLA-മാരുടെ അടുത്തുനിന്നും മന്ത്രിമാരുടെ അടുത്തുനിന്നും ഒക്കെയുള്ള സംസാരമായിരിക്കണം അദ്ദേഹത്തിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും സിനിമാ രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള തിരച്ചിൽ വേഗം തന്നെ നടത്തണം എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു കാര്യം. കാരണം അത്ര അധികമാണ് യുവതലമുറ ഇതിന് അടിമപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഒരുത്തൻ അമ്മയെ കൊല്ലുന്നു, ഭാര്യമാരെ കൊല്ലുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതൊക്കെ ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് സ്വബോധം നഷ്ടപ്പെടുകയോ ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇല്ലായ്മ ഒക്കെ തന്നെയാണ്. അതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് വലിയൊരു മാറ്റം വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.